പ്രായം എന്താ ഉണ്ട്? 68ആണ്. ജീവിതത്തിൽ ആഗ്രഹം എന്താണ്? ഇനിയുള്ള ആഗ്രഹം? ലോകം മൊത്തം ചുറ്റിക്കറങ്ങിയല്ല, എല്ലാ ചവറുകളും ചപ്പുകളും പറക്കിയെടുത്തു ഇല്ലേ? കല്യാണം കഴിച്ചിട്ടില്ല, പറയുന്ന കയറി കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. നല്ല പഠിത്തമുള്ള ഒരാളാണ്. ഇംഗ്ലീഷ് ഏത് ഭാഷയും സംസാരിക്കും. ലോകത്തുള്ള ചവറുകളെല്ലാം മാറ്റിക്കൂട്ടി ഈ കോലമായി. ഒരു ജീവിതം വെറുതെ പോയി. നിങ്ങൾ കാരണം ഒരു കുഞ്ഞിക്കാലോ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ജീവിതം കൊടുക്കാനും കഴിഞ്ഞില്ല. അതൊന്നും ഉണ്ടാക്കിയില്ല. നിങ്ങൾ വന്നതുപോലെ തിരിച്ചു പോവുക. പക്ഷേ ഇത്രയും നാളും പാഴായി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. നാളെയാണ് മരിക്കാൻ പോകുന്നെങ്കിൽ ഉള്ള പെട്ടെന്ന് എന്ത് ചെയ്യും? ആരെയായിരിക്കും കാണാൻ പോകുന്നത്? എന്തായിരിക്കും ചെയ്യേണ്ടത്? നാളെയാണ് മരിച്ചു പോകുന്നത്. നാളെ ആണെങ്കിൽ മരിച്ചു പോകുന്നത് ഉദ്ദേശിച്ചോ? അപ്പം നാളെ ആണെങ്കിൽ മരിച്ചു പോകുന്നെങ്കിൽ പിന്നെന്ത്? ഞാൻ പ്രേമിച്ചിരുന്ന പെണ്ണിനെ ആദ്യം പോയി കാണും. പ്രേമിക്കുന്ന പെണ്ണിനെ ആദ്യം പോയി കാണും. എത്ര നാളുകൊണ്ട് പ്രേമിക്കുന്നു? അത് 77-ലായിരുന്നു. 77-ലുള്ള പെണ്ണ് ഇപ്പോഴും ജീവിച്ചിരിക്കുമോ? അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നടത്തില്ലേ? അല്ലെ, അത് ഈർക്കലായി കാണുമല്ലോ ഇപ്പൊ? ഈർക്കലൊന്നുമല്ല, നല്ല ചുരുണ്ട മുടിയാണ് കാണാൻ. അന്നത്തെ കേരള. എന്തോ സാറിന്റെ പേര്? സാറിന്റെ പേരല്ല, പെണ്ണിന്റെ പേര് ആദ്യം പറയാം. ഈ ചേട്ടന്റെ പേരെന്താന്ന് പറ? എന്റെ പേര് കൃഷ്ണഫർ. കൃഷ്ണഫർ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചു. ഏത് സ്കൂളിലാണ്? അപ്പോൾ ക്രിസ്തുരാജ് മോഡൽ ഹൈസ്കൂൾ, ചിൽഡ്രൻ ഫണ്ട് ഹൈസ്കൂൾ കൊട്ടിയം, പിന്നെ കുമ്പളം, പടപ്പക്കര, അങ്ങനെ ചില്ലേരി, ഇങ്ങനെയുള്ള സ്കൂളുകളിലെല്ലാം പഠിക്കും. ഇംഗ്ലീഷ് ഭാഷയുടെ എന്തെങ്കിലും ഒന്ന് എന്നോട് പറയാൻ പറ്റുമോ? ഇംഗ്ലീഷ് പാട്ട് എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷുകളൊന്നും ചോദിക്കും. ഇംഗ്ലീഷിൽ നിങ്ങളെ പേരെന്ത് പറ? എൻ്റെ പേര് മൈ നെയിം ഈസ് ക്രിസ്റ്റഫർ. ഈ മൊബൈൽ ഫോണാണ് ഇരിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഇല്ലാത്തതിൻ്റെ ഇല്ല, എനിക്കൊരു മൊബൈൽ ഫോൺ ഇല്ല എന്ന് ഞാൻ മലയാളത്തിൽ കൂടെ പറഞ്ഞു. അതിന്ന് ഇംഗ്ലീഷിൽ കൂടെ പറയാൻ പറ്റുമോ? നിങ്ങൾ ഏതുവരെ പഠിച്ച്? ഞാൻ സെക്കൻഡ് പഠിച്ചു. അതുപോലും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇഷ്ടമുള്ള ചേട്ടൊരു കാര്യം ചെയ്യും, ഒരു പാട്ട് പാടും. പെണ്ണിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പാട്ട് പാടും. പെണ്ണക്കല്ലു കൊണ്ടല്ല, വെള്ളി നിലാവു കൊണ്ടല്ല, സൗന്ദര്യ ദേവതയെ നിന്നെ നിർമ്മിക്കുന്ന സൗഗന്ധികങ്ങൾ കൊണ്ടല്ല, രാസക്രീഡനയിൽ കാർമുകിൽ ചൂടും രോമാഞ്ചം കൊണ്ടു കരി പിടിച്ചു, പ്രേമമെന്ന വിഹാരമൊരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു, നിന്നെ മെനഞ്ഞെടുത്തു. വേറൊരു പാട്ട് കൂടെ പാടാൻ. വേറൊരു പാട്ട്. പൂമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ, ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ, ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ, താളമാണവൾ, വീണ രാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ, താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. വേറൊരു പാട്ട് പാട്. വേറൊരു പാട്ട് പാട്. എല്ലാം പകുതിയായുള്ളൂ. അല്ല, മതി, അത് മതി. വേറൊരു പാട്ട് പാട്. പാട്ടുകാരനാണെന്ന് അറിയണ്ടോ? സുന്ദര നീലാകാശം അനന്തതേ, ഒഴിയും സൂര്യനും വാർമൊഴിയും ഇതിൽ ഉയർന്നു നിൽക്കും ദീപങ്ങൾ, ആയിരമായിരം താരാഗ്രഹങ്ങൾ അലകുളിലലയും. ചേട്ടാ, എനിക്ക് മതി. ഇഷ്ടപ്പെട്ട അടിപൊളിയാണ്. എല്ലാ പാട്ടും കൊച്ചു. എല്ലാ പ്രേക്ഷകരും ഒരുപാട് നേരം കാണാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് പ്രേക്ഷകരുടെ അടുത്ത് പറയാൻ ഒരു വാക്ക് കൂടെ. എവിടെയാണ് കറക്റ്റ് ജനന സ്ഥലം? ഞാൻ ജനിച്ചത് ആലപ്പുഴ. കണ്ടകാര കളപ്പുര. ഈ മുണ്ടക്കൽ തുമ്പറക്കടുത്തല്ലേ താമസിക്കുന്നത്? അത് എൻ്റെ അപ്പനും അമ്മയും ആ സ്ഥലം വിറ്റിട്ട് ഞങ്ങളെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ താമസിച്ചു. എത്ര ചേട്ടന്മാരുണ്ട്? ഒരാൾ അല്ലേ? ഒരാളാണോ രണ്ടുപേരാണോ? ഇവിടെ നിലവിൽ
2 സഹോദരങ്ങളുണ്ട്, ഒരു അനിയനും ഒരു പെങ്ങളും ഉണ്ട്. അപ്പം ഇനിയുള്ള ജീവിതത്തിലുള്ള ഇതിപ്പോൾ ചാപ്പാട് കഴിച്ചല്ലോ, അപ്പോൾ ചൂട് സമയമാണ്. കൃഷ്ണചേട്ടൻ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം കാരണം ഒരുപാട് ഇപ്പം ആഹാരം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം ശരീര ആരോഗ്യം നോക്കുക, ചൂട് സമയമാണ്. പിന്നെ ലഹരി ഉപയോഗിക്കരുത്, സ്മോക്ക് ചെയ്യൂ, സ്മോക്ക് നിർത്തണം കേട്ടോ. നടക്കുന്നതിൽ കുഴപ്പമില്ല, എന്തായാലും സമയത്ത് ആഹാരം കഴിക്കണം, ചൂട് സമയമാണ്, തണലെടുത്ത് നിൽക്കണം. അപ്പം കെ മീഡിയയുടെ എല്ലാ ആശംസ നേരുന്നു. ആരോഗ്യം സൂക്ഷിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, കഴിയുന്നതും ചില കാര്യങ്ങൾ ലഹരി വർത്താനങ്ങൾ ഒഴിവാക്കുക, വെള്ളം കുടിക്കുക, വെയിലത്ത് കറങ്ങി നടക്കരുത്, വീട്ടിൽ എങ്ങനെയെങ്കിലും എത്താതെ നിൽക്കണം. പ്രായം ചെന്ന ഒരാളാണ്, എവിടെയെങ്കിലും എന്നും ഈ ആരോഗ്യം കിട്ടത്തില്ല. ചേട്ടൻ കണ്ട നാൾ മുതലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സൈക്കിൾ യാത്രയും ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നൊരു വ്യക്തിയാണ്. ചേട്ടൻ നല്ലൊരു വ്യക്തിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷേ ചേട്ടൻ ജീവിതം പാഴാക്കി എന്നും എനിക്ക് പറയാൻ പറ്റും, വേറെ ഒന്നും പറയാൻ പറ്റില്ല. ജീവിതം പാഴാക്കി ചേട്ടനെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ചേട്ടൻ ജീവിച്ച്, ചേട്ടൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചേട്ടൻ ജീവിച്ചില്ല. അപ്പോൾ ഇനിയെങ്കിലും ചേട്ടൻ ഉള്ള നാളുകൾ ചേട്ടൻ പിന്നെ നമ്മളൊക്കെ തളർന്ന് കട്ടിലെ വീഴുന്ന സമയങ്ങളാണ് അതൊക്കെ. അപ്പോൾ കൂടുതൽ നാളൊന്നും നമ്മൾക്ക് നടന്ന് നീങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മൂലയിലായി കഴിഞ്ഞാൽ ഞങ്ങളാരും അറിയാതെ വരും. അതുകൊണ്ട് ചേട്ടൻ്റെ വീടുകളിലൊക്കെ എത്തി എല്ലാവരോടും സൗഹൃദമായി അതിൻ്റെ സ്നേഹത്തോട് ജീവിക്കാൻ ഉള്ള പ്ലാൻ നോക്കുക, വീട്ടിലെത്തുക. ഇനിയുള്ള കാലങ്ങളിലൊക്കെ അവിടെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ചേട്ടൻ നടന്നു നീങ്ങി ഒരു നേരത്തെ ആഹാരം തരാനൊന്നും ആരും കാണത്തില്ല. അപ്പോൾ ഇനി കോവിഡ് എന്ന മഹാമാരിയെ പോലുള്ള മാരിയൊക്കെ വന്ന് കയറിയാൽ ചേട്ടൻ പെട്ടുപോകും. അതുകൊണ്ട് ഒരിക്കലും സൂക്ഷിക്കുക. മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്, ചൂട് സമയമാണ്, വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക. അപ്പോൾ ചേട്ടനെ എൻ്റെ സന്തോഷം തന്നെ. ഫുഡൊക്കെ കഴിച്ചല്ലോ, ആഹാരമൊക്കെ കഴിച്ചല്ലോ. ഓക്കെ, താങ്ക് യു.